ഒഴിക്കണോ? ആ ഫുള്ള് ഒഴിച്ചു. സൂപ്പറാട്ടോ. പാവ അല്ല ഇപ്പൊ നല്ല രസമുണ്ടല്ലേ, പച്ചയില് മഞ്ഞപ്പൂ. പണ്ട് എനിക്ക് പല്ല് വേദന, അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഒരാൾ പറഞ്ഞു തന്നെയാണ്. അപ്പൊ ഞാൻ പൂ പറിച്ചിട്ട് ഇങ്ങനെ ചവയ്ക്കാൻ പറഞ്ഞു. ആ ചവച്ച് ഈ പല്ലിലോട്ട് ഒതുക്കി വെച്ച്. അപ്പൊ എനിക്ക് പല്ല് വേദന കുറഞ്ഞ്. അത് ഈ പൂ തന്നെ ഉറപ്പുണ്ട. കിട്ടി കിട്ടി. തൊലിയുള്ളതാണോ? വെക്കട്ടെ? അവിടെ വെച്ചോ. എന്ത് വേണം? എന്ത് വേണം എന്നല്ല, ഞാനവിടെ ബീട്രൂട്ട് അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് അരച്ച് പേസ്റ്റ് പോലെ കൊണ്ടുവരണം. ഞാൻ വിചാരിച്ച അത് നമ്മളോട് പറക്കി തിന്നാൻ പറ. പോക്കോ പോക്കോ. ചിറ്റി പിടിച്ചപ്പോ അത് കൈ മാളു, ഇതായി. അയ്യോ നിങ്ങളെന്തോ കഥയിലായിരുന്നു തോന്നുന്നു. അമ്മയുടെ കൈ പൊള്ളി. ഇപ്പൊ നേരത്തെ പുള്ളിയല്ലേ വീട്ടിൽ വെച്ച്. കൈ കാണിക്ക്, ഇങ്ങനെ കാണിക്ക്. മോതിരം കൂടി ഇതിനകത്തേക്ക് ഇടരുത്. ഇല്ല, ഇങ്ങനെ 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 കാണിച്ച് ഇട്. നല്ല പൊടിയണേ, നിനക്ക് പറ്റുന്ന രീതിയിൽ പൊടിക്ക്. എന്റെ കയ്യിലൊക്കെ ഇടണം ഇതിന്. ഇന്നങ്ങാനും തീർക്കോ? ഇട്. അതെന്തായിരുന്നു? ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതോ? അത് സോയാ സോസ്. അപ്പൊ ബീറ്റ്റൂട്ട് അരച്ചത് എവിടെ? ബീട്രൂട്ട് അരച്ചത് ഇപ്പൊ വേണ്ട, ഇത് സവാള അരച്ചത്. അപ്പൊ ഇത് ബീട്രൂട്ട് അരയ്ക്കാൻ പറഞ്ഞേ? ബീട്രൂട്ട് അരയ്ക്കാൻ പറഞ്ഞത് അതവിടെ വെറുതെ ഇരിക്കട്ടെ. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. അതിലേക്ക് ആപ്പിളും ക്യാരറ്റും കൂടെ നീ കറുത്തു പോയി, അതാണ് നിന്നെ വെളുപ്പിക്കണോ എനിക്ക്. അത് നന്നായി കേട്ടോ. അപ്പഴത്തേക്ക് വാടൻ അവള് കറുത്തെന്ന് പറഞ്ഞാൽ അവളുടെ മുഖം അപ്പം മുഖം പോവും. എന്താണ് കറുപ്പ്? നല്ല കളറല്ലേ? കറുപ്പ് നല്ലയാ. അതെ. പക്ഷെ വേറൊരു കാര്യമുണ്ട് അമ്മായി, കറുപ്പ് നല്ല കളറാണ്. നമ്മൾ ഇപ്പൊ മാളുവിനെ നമ്മൾ ചെറുപ്പം മുതലേ ആ നിറത്തിൽ കണ്ടാൽ നമുക്ക് അത് ഭംഗിയായിട്ട് തോന്നുവേ. വെളുത്തിരുന്ന മാളു വെയിലോട്ട് കറുത്ത് കഴിയുമ്പോ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അല്ലാണ്ട് കറുപ്പിന് ഏഴെടുക്കുന്നല്ലേ പറയാ. അപ്പൊ നീ സുന്ദരിയൊക്കെ തന്നെ, ഇത്തിരി നിറം പോയി. അല്ല ഞാൻ ആലോചിക്കുകയാണ്, ഉടനെ സുന്ദരിയാവണെങ്കിൽ കുറച്ച് ബ്ലീച്ച് ഇട്ടാലാ? വിനിഗർ ഒഴി. ഒന്ന് നീ മനസ്സിലാക്കണം മാളു, കൈക്ക് മാത്രമേ കുഴപ്പമുള്ളൂ.
അയ്യോ. ആ വെളിച്ചെണ്ണ എടുത്ത് നാത്തേക്ക് ഒഴുക്കി. അതിന് വെള്ളമൊന്നും ഇല്ലല്ലോ. ഏയ് കൊറേ നേരമായില്ലേ അമ്മായി കത്തിക്കാൻ തുടങ്ങിയിട്ട്. കത്ത് തന്നെയാണ്. മായി മാറമ്മായി ഫുള്ള് കഴിക്കണോ? ആ ഫുള്ള് ഒഴിച്ചോ. മെഡിക്ക് ബാലൻസ് ഇരിക്കുന്ന കണ്ടുമ്പോ എനിക്കൊരു ഒരു 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 സമാധാനക്കേടായിരിക്കും തോന്നിയല്ല നിനക്ക്? ഇത് പോക്ക ഇത്. ഞാൻ ഉപ്പ് ഇട്ടായിരുന്ന മാളു? ഇട്ടില്ല. നേരത്തെ അല്ല, ഇപ്പൊ രണ്ടാമത്. രണ്ടാമതിട്ടില്ല. അമ്മായി മതി. കൈ വയ്യാത്ത കൈയായിട്ട് നീ ആ കൈയും കൂടെ എടുത്ത് പൊള്ളിക്കണ്ട. ചൂട്ടിങ്ങനെ വയ്ക്കുമ്പോഴേ കത്തട്ടെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ നോക്കിയ ഉപ്പ് ഉപ്പുണ്ട്. ഓക്കെ അല്ലേ? ടേസ്റ്റ് ഉണ്ടോ? വിനിഗർ കുറച്ചുകൂടെ ഒഴിക്കണോ? വേണ്ട, പുളിയുണ്ട്. ഉറപ്പാണോ? ഉറപ്പാണ്. അതിന് ശാലം വെള്ളം ഒഴി. അയ്യോ അമ്മായി ഒന്നും അറിയാം അമ്മായി, ചിക്കനിൽ വെള്ളം. ഇതെപ്പോഴും ഒന്ന് വെള്ളം കുടിച്ചോണ്ട് വന്നത്. വെള്ളം മാളുവേ. ഓ എടാ ഞാൻ അവിടെ നൂല് മുറിച്ചു വെച്ചിട്ടുണ്ട്, എടുത്തുണ്ടോ? എടാന്നാ കളിച്ചിട്ടു. വായി തോന്നിയത് പുക അടിച്ചപ്പോഴേ ആ ബോധം പോയി. എടാന്നൊക്കെ എന്നെ വിളിച്ചത്. എടീന്നല്ലല്ലോ വിളിച്ചത്. എന്താ? എടീന്നൊന്നല്ലല്ലോ വിളിച്ചത്. നല്ല ചേച്ചി മാളു. എടാ ഭയങ്കര സ്നേഹത്തിലൊക്കെ. അല്ലെങ്കിൽ സ്നേഹമല്ലേ? അതാ ഞാനിപ്പോ ചോദിക്കാൻ വന്നത്. പ്രകടിപ്പിക്കാറില്ല. മൂല്യട്ട് കേട്ടാ. നോക്കി ഇതായിരിക്കും ആദ്യം കഴിഞ്ഞോളാം. കഷ്ടം, എന്നെ കൊന്നാലും വെറുതെ വിടൂല. നോയിക്ക് പിടി മേടിക്കേ. ആ കഴിക്കില്ല മൈ. ഓ അല്ലേ കഴിക്കണ പോലെ കേട്ടിയാ? ചമ്മളെ മാറിക്കോ. തെറുക്കിയമ്മായി 90 വയസ്സായി എന്നെ വിളിച്ചേട്ടാ ശ്യാമളയെന്ന്. 90 വയസ്സായി? 90? ഇതപ്പോ എനിക്കറിഞ്ഞൂടെ. മാളു മൂടി എടുത്തോണ്ട് വാ. എന്നിട്ട് നമുക്ക് നീ സ്നാക്സിന്റെ സ്ഥലത്തോട്ട് പോയിക്കോ. വന്നിട്ട് മൂടി എടുത്തോണ്ട് വന്നതിന് ശേഷമേ അവളുവാണെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങ് പോയിക്കളെ. എന്തോ എന്നെ പറ്റി പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല, നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. പാവ സ്നാക്സ് എടുക്കാൻ പോയല്ലോന്ന്. ഇതെന്തൊരു മൂക്കുന്ന നിലയില ഗുഹയാ? മൂക്കുന്ന ഗുഹ. ചേച്ചി എന്തോ? മൂട്ടിയെടുത്താ കെട്ടിട്ടമ്മ. ഇത് പിടി. ഇതോളെ വേണ്ട, കൈ പിടിക്കണ്ട. അമ്മായി സ്നാക്സ് കഴിക്കുന്ന സ്ഥലത്ത് പോയിരുന്നോ? ഓ ഞങ്ങൾ വരാട്ടാ. 2 നൂലുകെട്ടും കൂടി ഉണ്ട്. ഈ കല്യാണ പെണ്ണ് ഞാൻ എന്താ കഴിക്കണം? നീയല്ലല്ലോ കിട്ടുന്നത്, നിന്നല്ലേ കിട്ടുന്നേ. വെറൈറ്റിക്ക് ഞാൻ കിട്ടിയാലോ? എങ്ങനെ ട്രെൻഡ് ചേഞ്ച് ആക്കാം? അടിപൊളി. പോയി കൈയിട്ട് വാ, ഞാൻ വരാം. ഓക്കെ. വെള്ളം കയറിയതാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല മധുരമുണ്ട്. കുറച്ച് കൂത്തിക്കച്ചോയാ ഇത്? ചക്കപ്രാന്തിയാ. ബാക്കി പിന്നെ ഉച്ചക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഗ്യാസും ആണ്. നീ എനിക്ക് വേണ്ടി ഉരിച്ചു വെച്ചേക്കണോ മാളു? താങ്ക് യു. ദൈവമേ, എനിക്ക് ചിക്കൻ ആണെങ്കിൽ വറക്കാനും ഉണ്ട്, ചക്ക മുന്നിൽ വെച്ചിട്ട് പോകാനും തോന്നല്ല. എന്റെ വയറൊക്കെ നിറഞ്ഞു തുടങ്ങി. അമ്മയെ ആദ്യമായിട്ട് എനിക്ക് കൊണ്ടുവന്ന ചക്കയാ, ഓർമ്മയുണ്ടോ?
നിനക്ക് ഓർമ്മയില്ല അമ്മ ആദ്യമായിട്ട് വന്നപ്പോ ചക്ക അയല മീനൊക്കെ ഇവിടെ അയല മീൻ നമുക്ക് ഓർമ്മയില്ല. പച്ചയായിരുന്നല്ലേ അത്? പച്ച ചക്ക എന്നിട്ട് നമ്മള് പുഴുക്കുണ്ടാക്കി. നമ്മൾ പുഴുക്കുണ്ടാകും. ഇതൊക്കെ എപ്പാ? ഞാൻ ഇല്ലായിരുന്നു. നീ വാവയായിരുന്നു അതാ. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നത് നിങ്ങളാ വീട്ടില് ആദ്യമായിട്ട് എന്റെ മോക്ക് ഞാൻ കൊണ്ടുവന്ന എന്താന്നറിയോ? ചക്കാന്ന് പറഞ്ഞ വന്നത്. ഈ പടിയൊക്കെ കയറി. മാള് സ്കൂളിൽ പോയ സമയത്താണ് അമ്മായി വന്നത്. മാളുണ്ടാ? എവിളി തന്നെ പറഞ്ഞ അത് നോക്കാം ആര് വരണേന്ന്, അമ്മായി വരണം എന്ന് പറഞ്ഞു. എന്താ മാളു പഠിക്കുന്ന കുട്ടിയാ മാളു നീ? ഇത്രയും മറുപടി ഇത്രയും പാടില്ല. ഞാൻ ഇവിടെ വന്നാൽ ഞാനിങ്ങനെ തിന്നോണ്ടായിരിക്കും. എനിക്ക് ചിക്കൻ വറക്കാനുണ്ട്. നിങ്ങൾ ഇന്ന് കഴിക്ക്. ഇത് മുഴുവൻ തീർത്തോളാം. മതി മതി മതി. ഞാൻ പോയി ചിക്കൻ വറുത്തിട്ട് വരാം. ഓക്കെ ബൈ. പിന്നെ കാണാം. ഇരട്ടച്ചക്ക. അമ്മയ്ക്ക് എന്റെ കുട്ടികള്. ഓ ഒരു കുട്ടി എഴുന്നേറ്റ് പോയി, ഒരു കുട്ടി വന്നാ എല്ലാ പരിപാടിയും കഴിയുമ്പോഴേ വരാവൂ കേട്ടാ. എന്തുവാ? എന്തുവാന്ന് വെച്ചാൽ ഇത് എത്ര മണിക്കൂറായി ഇതും തോണ്ടിക്കൊണ്ടിരിക്കുന്ന. ചേച്ചില് പറയാം ജ്യൂസ് ഉണ്ടാക്കാൻ ഞാനൊന്ന്, പിന്നെ എന്താ ഇവിടെ എടുത്ത് വെച്ചേക്കണേ? നീ പറഞ്ഞില്ല നിനക്ക് ABC ജ്യൂസ് ഇഷ്ടല്ലാന്ന്, അതുകൊണ്ട്. ഹോ, ഇത് മസാല വേവിക്കാൻ പോണോ? മസാലയുടെ പച്ചച്ചവ മാറാ. ആളു ബീട്രൂട്ട് എടുത്തിട്ടെ. വെള്ളമാണ്? വെള്ളമല്ല, ഇത് ബീട്രൂട്ട്. ഒഴിച്ചോ ഒഴിച്ചോ. ആ വെള്ളം ഒഴിച്ച് കലക്കി ഇട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഒഴിച്ചാൽ മതിയേ. കുറച്ച് വെള്ളം തിന്നാത്ത ഒഴിക്ക്. എന്തായാലും നീ കൈയിട്ടല്ലേ ഇളക്കോ? അപ്പൊ ഇതും കൈയിട്ടിളക്ക്. എന്നിട്ട് ആദ്യം ഈ വെള്ളം എന്താ മസാല വെള്ളം. മസാല വെള്ളം ആദ്യം മസാല വെള്ളം എന്താ, എന്നിട്ട് ബീട്രൂട്ട് വെള്ളം മതി. വേഗം കിട്ടോ. ആയി. വേഗം തരുവോ? ഓ ഇന്നാ. ഇത് വേണ്ടേ? മൊത്തം ഒഴിച്ചോ, ബീട്രൂട്ട് വെള്ളം മൊത്തം ഒഴിച്ചോ. കുറച്ച് മതി. കൈ പൊള്ളിക്കല്ലേ എന്റെ പൊന്നോ. എന്തായാലും നിന്റെ കൈ അഴുക്കാക്കിയില്ലേ ചിക്കൻ എടുത്തത്? പണിയെല്ലാം കൊണ്ട് ചെയ്യിപ്പിക്കാണോ എന്ന് ഡൗട്ട്. ഈ തീയ ഞാനിന്ന് ഓ അങ്ങനെയാണോ ഇടേണ്ടേ? സോറി. തിരിച്ചല്ലേ? കുഴപ്പമില്ല. കൈ കഴുകിയിട്ട് സ്നാക്സിന്റെ അടുത്തോട്ട് വന്നോ. ബീൻസ് എടുത്തോ. ഞാൻ ആദ്യം ഇതൊന്ന് നോക്കട്ടെ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ബീൻസ് എടുത്തത്. കൊള്ളാം. എന്താ മത്തങ്ങയാന്ന് തോന്നുന്നു. ഈ മഞ്ഞ കൊള്ളാല്ലേ? എന്തത്? മത്തങ്ങല്ല. കണ്ടിട്ട് മനസ്സിലാവണല്ലോ. മത്തങ്ങ ഇങ്ങനെയല്ലല്ലോ. അരിയൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞ്. അതെയോ? അരി അരി. ഇത് പിന്നെ ബീട്രൂട്ട്. ഇത് ബീട്രൂട്ട്. പിന്നെ ഇതോ? എന്തോ? അതും ബീട്രൂട്ട് തന്നെ അല്ലേ? നോക്കട്ടോ. ഇത്
ബീട്രൂട്ട് അല്ല, മറ്റു സാധനം. ക്യാരറ്റ്. ഇത് കത്തിരിക്ക. വഴുതനങ്ങ കത്തിരിക്ക അല്ല, പോടണം. ഇത് കത്തിരിക്ക അല്ല. ഐ എം ഡാം ഷുവർ. നോക്ക്, കത്തിരിക്കയുടെ തൊലി നോക്ക്. ഇത് കത്തിരിക്ക, ഇത് കത്തിരിക്ക. പക്ഷെ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെ. അതെ, കൊള്ളാം. ബാക്കി എല്ലാത്തിനും ഒരേ ടേസ്റ്റ് പോലെ ഫീൽ ചെയ്യണം അല്ലേ? അല്ല അല്ല, ഇതെന്താ? ഇത് മറ്റേ വാഴക്കല്ലേ? കുക്കുംബർ. ഇത് കുക്കുംബറാണോ? കുക്കുംബർ. ഇതാ മത്തങ്ങ. ഇതാണ് മത്തങ്ങ. തൊലി കണ്ടാ? വാങ്ങിക്കൊണ്ടുവന്ന് നിനക്കത് അറിയില്ലേ? ഇവള് അല്ല, അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ കളക്കാഞ്ഞത് ചോദിച്ചിട്ട് ഇത് എന്ത് ഫ്രൂട്ടാ, ഇത് എന്ത് ഫ്രൂട്ടാ ചോദിക്കണം. എനിക്കൊന്നും ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ടില്ലേ? ഇതെന്താ? ഫിംഗർ ചിപ്സ്. പൊട്ടാറ്റോ. ഫ്രഞ്ച് ഫ്രൈസിന്റെ വേറെ ഇതല്ലേ? ഇത് റാഡിഷ് ആയിരിക്കോ? ഇത്തിരി വലിയ റാഡിഷാ. റാഡിഷ് നീ കുരുവൊന്നുമില്ലല്ലോ. റാഡിഷിന് കുരുവില്ല. ആ, ഇതിന് കുരുവുണ്ട്. ഇല്ല. പോമാളൂ. പെണ്ടക്കെ കൊള്ളൂല. അയ്യ, നീ കഴിച്ച് കളഞ്ഞാ? കൊള്ളൂല. എന്നാലും ഒന്ന് കഴിച്ചു നോക്കായിരുന്നല്ലോ. എന്നാ ഇഷ്ടം പോലെ വെണ്ടക്ക ഇടുന്ന അടുത്ത് കഴിച്ചോ. കിട്ടി അമ്മായിക്ക്? ഇല്ലെങ്കിൽ തരാം. അയർ കിട്ടി. തൈല മതി. തൈല മതിയെന്നാ? തേയില മതി എന്നാ ഉദ്ദേശിച്ചത്, പക്ഷെ തൈലേന്നായി പോയി. വെണ്ടയ്ക്ക കൊള്ളാം. നല്ല വെണ്ടയ്ക്ക എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മായി, നമ്മൾ വിചാരിക്കും ഇത് വെജിറ്റബിൾ അല്ലേ, ഗുണമല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതിലൊരു ദോഷം കൂടി ഉണ്ട്. എന്താണ്? ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാ ഇതിൽ നിന്ന് എണ്ണ പൊങ്ങും. എണ്ണയിൽ വറക്കണതാ. എണ്ണയിൽ വറുത്തിട്ട് അവര് മെഷീനിലിട്ട് എന്തോ ചെയ്യണ പരിപാടിയാ. എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ വെള്ളത്തിലിട്ടാ എന്റെ ഫ്രണ്ട് പറഞ്ഞ എണ്ണ പൊങ്ങി വരുമെന്നാ. എണ്ണ പൊങ്ങി വരുമെന്ന്. അപ്പൊ ഇത് അത്ര വലിയ ഹെൽത്തി ഒന്നല്ല. നമ്മളൊരിക്കും പച്ചക്കറി അല്ലേ കഴിക്കാന്നായിരിക്കും. അല്ല. ചേച്ചി, ഈ 4 ചെയർ എന്തിനാ? അത് ഞാനിവിടെ രഹസ്യ അറയ്ക്കുള്ളിൽ ഒരാൾ ഒളിപ്പിച്ചിട്ടുണ്ട്. അതെപ്പാ? അതൊക്കെ ഉണ്ട്. വിരുന്ന് കാരനാണോ കാര്യായിരുന്നു? പറ. കാര്യാവട്ടെ. കാരി മതി. അപ്പൊ കാരി കയറി വാ. കാര്യാണെന്ന്. ഹലോ. കാരി. അതെ. ഹലോ. ഹലോ ചേച്ചി. ചേച്ചി വിളിക്കാമല്ലോ. അതിനെന്താ, ഞാൻ എല്ലാവരെയും ചേച്ചിയാണ്. ഓക്കെ. ഇന്നത്തെ വിഭവം ഇന്നെന്താണ്? ഒരു സ്പെഷ്യലാണ് അല്ലേ മാളു? എനിക്കിത് കാണുമ്പോഴൊക്കെ ഭയങ്കര ഇതാട്ടോ, അത്ഭുതമാണ്. ഇത് ഒറ്റയ്ക്കാണോ ഉണ്ടാക്കുന്നത്? ഞാനും അമ്മായിയും മാളും. അതെല്ലേ? നമ്മളിങ്ങനെ ചിലപ്പോ പൊടിയെടുത്ത് കൊടുക്കുക, അത്രയൊക്കെ ഉള്ളു. അതെല്ലേ? എല്ലാം പണിയല്ല നമ്മടത്. കടുത്ത പണിയല്ല. പണിയൊക്കെ ഇവിടെ ഇടയ്ക്ക് ചീത്തയും കേൾക്കും. അതെ, എല്ലാ കൈപ്പുണി അവിടെ. അപ്പൊ ഈ റെസിപ്പീസ് ഉണ്ടല്ലോ, ഇന്ന് ഇത് ചെയ്യണം, അതൊക്കെ പ്ലാൻ ചെയ്യുന്നത് ചില സമയത്ത് ഞാൻ പ്ലാൻ ചെയ്ത് വെക്കും. ഇന്നിപ്പോ നീ വരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് സ്കിന്നുള്ള ചിക്കൻ വേണം എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ ആരെങ്കിലൊക്കെ സ്പെഷ്യലായിട്ട് വരുന്ന ദിവസം ഞാൻ പറഞ്ഞു വിടും. അല്ലെങ്കിൽ ഇവർക്ക് കണി കാണുന്നതൊക്കെ പഠിച്ചോണ്ട് വരും. കുറ്റം നമ്മുടെ പേരല്ല. അയ്യോ, എന്തെങ്കിലും കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അതെയോ? അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് തുടങ്ങിയാലോ? നല്ല റെഡ് കളറിലുണ്ടല്ലോ. സ്പെഷ്യലാണ്, ഇനി കഴിച്ചു നോക്കുമ്പോ അറിയാം. എന്റെ
പേടിക്കണ്ട. ആ ഓക്കെ. നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ എടുത്ത് കഴിക്കും. അതെ, എല്ലാരും കൂടെ എടുത്ത് കഴിക്കും. ഇഷ്ടപ്പെട്ടാ? ബ്ലഡ് റെഡ്. ബ്ലഡ് റെഡ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു. അപ്പൊ തുടങ്ങിക്കോ, കഴിച്ചു തുടങ്ങിക്കോ. പരിപാടി വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല, നമുക്ക് കഴിക്കുക, അത് തന്നെ പരിപാടി. തുടങ്ങിയാലേ. അപ്പൊ ബ്രെഡാണ് ഇതിന്റെ കൂട്ടത്തിൽ കേട്ടോ. ഓക്കെ. അത് കഴുത്ത പീസ് എടുത്തോ. ലെഗ് എടു. എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു ഐഡിയ കിട്ടണില്ല. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ടേസ്റ്റ് ചെയ്തോ. പൊളി. സമാധാനം. നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. ഇനിയിപ്പോ ഇന്ന് തറയിലൊന്നും അല്ല കേട്ടോ. പുഡിങ് വരുന്നുണ്ടേ. ഞാനും അമ്മ ഇതെടുത്തോളാം, നീ അതെടുത്തോ മാളു. ഇട്ടോ എടുത്തോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുൾ ചിക്കൻ പ്ലേറ്റിൽ വെച്ചിട്ട് കഴിക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടം സ്കിൻ കേട്ടോ. ബ്രെഡ് അങ്ങോട്ട് നോക്ക്, എന്താണ് ഭയങ്കര സോഫ്റ്റ് ആയി പോയി. നല്ലല്ലേ? സോഫ്റ്റ് ചിക്കൻ അല്ലേ നല്ലത്. അപ്പം സ്ലോ കുക്കിംഗ് ആണോ ചെയ്തത്? ബ്രെഡ് വേണ്ടേ നിനക്ക്? ഞാൻ ഇതിന്റെ ടേസ്റ്റ് ബ്രെഡ് ചേച്ചി സോറി, ഞാൻ പുതിയ ആള് വന്നപ്പോ നിന്നെ മറന്നുപോയി മാളു. സോറി. ഫേക്ക് സരിതേച്ചി ഫേക്ക്. എന്ത്? ഓ ഇയാള് ചിക്കൻ കുറവാണല്ലോ. എന്നാ എനിക്കിതില് കുറച്ചിങ്ങനെ വെച്ചാ മതി. എനിക്ക് എടുക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കിട്ടുമല്ലോ. അടിപൊളി. എന്താ ഭംഗിയില്ലേ കാണാൻ തന്നെ. ടേസ്റ്റ് രക്ഷയില്ല. സമാധാനം. ഇത് ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാന്നുള്ളത് കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പൊ ആസ്വദിച്ച് കഴിച്ചോ? ആസ്വദിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തായിരിക്കും എന്നുള്ളത്. എന്തായിരിക്കും മനസ്സിൽ വന്നത്? ചിക്കൻ ആയിരിക്കും, ബീഫ് ആയിരിക്കും, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം, ഞാൻ ഭയങ്കര കല്ലുമ്മക്കായ ഫാനാ. പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും സീസൺ അനുസരിച്ചായിരിക്കും. ഈശ്വര കല്ലുമ്മക്കായ ആയിരിക്കണേന്ന് വിചാരിച്ചു. ബട്ട് ചിക്കൻ നമ്മുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആണല്ലോ. കൊള്ളാലോ മാളു. പൊള്ളി. ആർക്കൊന്നും പറയാനില്ല. കഴിക്കുന്ന തിരക്കില്ല. എനിക്ക് ആര് പറഞ്ഞു കഴിഞ്ഞാലും മാള് പറയണോ എനിക്ക്, എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. മാള് പറ അങ്ങോട്ട്. ഞാൻ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വാ തുറക്കത്തില്ല. ഫുഡ് അങ്ങോട്ട് പോണത് പേടിക്കണ്ട, ഇടക്കിടക്ക് ഇങ്ങനെ ഓരോന്ന് പോരും. അത് നല്ല കോമഡി ഒന്നുമല്ല, വളിപ്പം വെറുതെ. അല്ല മോളെ, ഈ വളിപ്പം പറയാനും ഒരാള് വേണം. സത്യം ബാലൻസ് ചെയ്യണ്ടേ അല്ലേ? അതെ, ശരിക്കും വരാട്ടോ. വർക്കൊക്കെ എങ്ങനെ പോണടാ? വർക്ക് നന്നായിട്ട് പോണു. കുറച്ചേ ഉള്ളു, എന്നാലും കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. എന്നാലും ഭയങ്കര രസമാണ്. എനിക്ക് സർപ്രൈസിങ് ആണ്. കാരണം എന്താ ചെയ്യാൻ പോണ ഓരോ സ്റ്റോറി അല്ലേ, അപ്പൊ ഓരോ കഥ ആയതുകൊണ്ട് ഇന്നെന്താ ക്യാരക്ടർ എന്നുള്ളത് എനിക്ക് സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പൊ ഇങ്ങനെ ചിലപ്പോ നെഗറ്റീവ് ആവും, ചിലപ്പോ ഭയങ്കര ഭാവമാവും. അപ്പൊ ഭയങ്കര സന്തോഷാണ് ഓരോന്നും ചെയ്യുമ്പോഴേ. നമുക്ക് ഒറ്റയടിക്ക് എന്താ പറയാ, കൊറേ സിനിമകളിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വരുമ്പോഴല്ലേ കൊറേ ക്യാരക്ടേഴ്സ് കിട്ടാം. ഇത് ഒറ്റയടിക്ക് ഓരോ എപ്പിസോഡിൽ ഓരോരോ കഥാപാത്രങ്ങളല്ലേ. ശരിക്കും ഒരു ബ്ലെസ്സിങ് പോലെയാണത്.